ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും നമ്മളുടെ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസും എല്ലാം പൂർണ്ണമായിട്ട് അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നോർക്ക ഡൽഹി ഓഫീസും. സോ ആ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി ഇത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയവരുണ്ട് നേരത്തെ, പക്ഷേ അത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളവരാണ്. ഇപ്പം കാഞ്ഞങ്ങാട് നിന്ന് ഒരു ഗ്രൂപ്പ് പോയതിനകത്ത് 36ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സേഫ് സ്ഥലത്തായതുകൊണ്ട് അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ കോട്ടയത്ത് നിന്ന് പോയ ഒരു 16 പേരുടെ ടീമുണ്ട്. അപ്പോൾ അവരൊന്നും ആ ഒരു ഇഷ്യൂവിൽ പെടാത്തതുകൊണ്ട് അവരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. പക്ഷേ ഈ 52 പേര് 53 പേരിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ എത്താനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ബന്ധുക്കൾ കോൺടാക്ട് ചെയ്തിരുന്നു, പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി കിട്ടിയേക്കും അതിനകത്ത്. എന്തായാലും നമ്മളുടെ ഗ്രൗണ്ടിലുള്ള ആൾക്കാർ അവിടെ എത്തി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നോർക്കയുടെ ഭാഗമായിട്ട് നേപ്പാളിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ പോയി ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ചില ലിമിറ്റേഷൻസ് അവിടെ ഗ്രൗണ്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ശരിയാവുന്ന മുറയ്ക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയേക്കും. അല്ലല്ല, അത് സെപ്പറേറ്റ് ആണ്. എക്സാക്ട് ലൊക്കേഷൻ എനിക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 53 പേരുടെ ലൊക്കേഷൻസ് നമുക്ക് ഇനിയിപ്പോൾ എംബസി മുഖേന അത് കൺഫേം ചെയ്ത് കിട്ടണം. നമുക്ക് അങ്ങനെ ഒരു വേഗമായിട്ട് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റുന്നത്. പല രീതിയിലുണ്ട്. ഗ്രൂപ്പായിട്ട് പോയവരുണ്ട്, ഫാമിലി മെമ്പേഴ്സ് വെക്കേഷൻ പോലെ പോയവരുണ്ട്. ഈ കാഞ്ഞങ്ങാട് നിന്ന് പോയത് അതുപോലെ ഗ്രൂപ്പായിട്ട് പോയവരാണ്. സോ അങ്ങനെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എടുത്തവരുണ്ട്, പല പർപ്പസിന് പോയവരുണ്ട്. സോ ഇപ്പോൾ എക്സാക്ട്ലി ഇല്ല, നമ്മൾ അതിൻ്റെ ശ്രമം നടത്തുന്നുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ഡാറ്റാബേസ് പലരും ഈ റിന്യൂവലൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കൊരു എക്സാക്ട്ലി അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ എന്തായാലും ഈ എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് ഓരിക്കുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും എംബസിയിൽ നിന്നൊരു വിവരം കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വിവരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വേണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട്, ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതുവരെയും കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ പല സോഴ്സിൽ നിന്ന് വന്നതാണ്. അതിൽ നിന്നാണ് നമ്മൾ 53 പേരിലേക്ക് സീറോ ഡൗൺ ചെയ്തിട്ടുള്ളത്. പല ഡെസ്കിൽ നിന്ന് വന്നതാണ്. CMൻ്റെ അവിടെ നിന്ന് വന്നതുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന്, CS-ൻ്റെ ഓഫീസിൽ വന്നതുകൊണ്ട്, നേരിട്ട് നോർക്ക റൂട്ട്സിൻ്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്ന കോൾസ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 53ലേക്ക് എത്തിയിരിക്കുന്നത് ആസ് ഓഫ് നൗ. അവിടെ സിറ്റുവേഷൻ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. മെയിൻലി അറിയാമല്ലോ, ഒരു സിസ്റ്റം കൊളാപ്സ് തന്നെ ഉണ്ട് പല സ്ഥലങ്ങളിൽ, ഈ ഹിറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ. അപ്പോൾ അതിനെ തുടർന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുത്തെ സിസ്റ്റത്തിനുണ്ട്. എന്നാൽ മനസ്സിലാക്കുന്നത്, ഇൻ്റർനാഷണൽ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, അവിടെ ഒരു ഗ്രൗണ്ടിൽ അവരുടെ മിലിറ്ററി തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്സ് റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം സിറ്റുവേഷൻ കൺട്രോളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. സാധ്യത വളരെ കുറവാണെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതുവരെ വെച്ചിട്ട്. കാര്യം ഇന്നലെ വന്ന ലാസ്റ്റ് കോളിന് ശേഷം പിന്നെ നമുക്ക് വേറെ കോൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഓൾറെഡി ഇത്രയും സമയം ആയതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഓൾറെഡി അവെയർ ആണ്, ആര് പോയിട്ടുണ്ട്, എങ്ങോട്ട് പോയിട്ടുണ്ട്, അതെല്ലാം ഷെയർഡ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 53 ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. പല സമയങ്ങളിലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അങ്ങനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്തൊരു ചോദ്യം ചോദിച്ചില്ല. എല്ലാവരും അങ്ങനെ ഒരു ഡിസ്ട്രസ്സിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എക്സാക്ട്ലി ചോദിച്ചില്ല. ഈ ഇൻസിഡൻറ്റ് തലേ ദിവസങ്ങളാണ് മിക്കവാറും, ആ സമയങ്ങളൊക്കെയാണ്. അപ്പോൾ പലരും ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയാനായിട്ടും ഒക്കെ വിളിച്ചതാണ്. നോർമലി നമ്മൾ യാത്ര പോകുമ്പോൾ വിളിക്കുന്ന പോലുള്ള കോൾസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻ്റ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫർദറായിട്ട് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമുക്കിനി ഫർദറായിട്ട് എടുക്കണം. കാര്യം ഈ നിരന്തരം ഈ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കുമ്പോഴൊക്കെ കോൾസ് നമുക്ക് കണക്ട് ആവാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ തവണയും ഓരോ മൊമെൻറ്റിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവർ വോളണ്ടറി ആയിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഹെൽപ്പ് ഡെസ്കിലെ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം വന്ന കോൾസിൽ നിന്ന് ആ കോളുകൾ നമ്മൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത്
അവരോട് ചോദിച്ച് ഇപ്പോൾ എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവർ ക്യാരി ചെയ്ത ഡോക്യുമെൻസിനെ സംബന്ധിച്ച് ഫാമിലി മെമ്പേഴ്സിന് വലിയ ക്ലാരിറ്റി ഇല്ല. ആധാറാണോ, പാസ്പോർട്ട് കയ്യിലുണ്ടോ. ഇപ്പോൾ പാസ്പോർട്ട് വേണ്ടാത്തൊരു രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല. സോ അവരെടുത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ചിലർക്ക് തരാൻ പറ്റുന്നുണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോർമാറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വേണം. അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ അടുത്ത ബന്ധുക്കളെയൊക്കെ ആവശ്യപ്പെട്ട് ആ വിവരങ്ങളും കൂടെ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമായിരിക്കും. അങ്ങനെ ഇല്ല. ആ ഒരു ഏജ് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള വിവരങ്ങളാണ് ഇനി വരുന്ന ഫീൽഡുകൾ നമ്മൾ ഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇനിയിപ്പോൾ അടുത്തെടുക്കാനുള്ളത്. കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ. പക്ഷെ നമുക്ക് വന്ന കോളുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മിസ്സായ ആൾക്കാരെ സംബന്ധിച്ച് വിവരങ്ങൾ ആവശ്യപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ അതും നമ്മൾ പാരലി നോക്കുന്നുണ്ട്. അതായത് കേരളത്തിലല്ലാതെ കേരളീയരല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് രാജേഷ് മാധവനാണ് മാധ്യമങ്ങളെ കാണുന്നത്. എന്തായാലും മലയാളികൾ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന് കരുതുകയാണ്. എത്ര മലയാളികൾ നേപ്പാളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആ തരത്തിൽ ഇപ്പോൾ അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന 53 മലയാളികളുടെ ഒരു കണക്ക്, ഏകദേശ കണക്കുകളുണ്ട്. അവരുമായി ബന്ധപ്പെടാനുള്ള ശ്രമം തുടരുകയാണ്. അവരെല്ലാം സുരക്ഷിതരാണ് എന്ന് കരുതുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു വിശദീകരണം. അവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ സഹായങ്ങളും ഒരുക്കാൻ നോർക്ക ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ അവിടെയുള്ള ഒരു ആശങ്ക, മുഴുവൻ ആളുകളെയും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതൊരു പാനിക് സിറ്റുവേഷനൊന്നും നിലവിൽ ഉള്ള വിവരങ്ങൾ ഇല്ല. ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ അന്വേഷണം ആ രീതിയിൽ പോകുന്നു. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടൊക്കെ നോർക്ക പ്രവർത്തിക്കുന്നുമുണ്ട്. ആ വിശദീകരണം നൽകിയായിരുന്നു. എന്തായാലും മലയാളികളെ മുഴുവൻ ആളുകളെയും അവിടെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ സുരക്ഷിതരാണ് എന്ന കണക്കുകൾ ഈ കേരളത്തിൽ നിന്ന് പോയ ടൂർ ഓപ്പറേറ്റേഴ്സ് കൂടി അറിയിക്കുന്നുമുണ്ട്. ആ രീതിയിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു എന്നാണ് നോർക്ക അറിയിക്കുന്നത്.